പണ്ട് ഈ നാട് കൃഷിയുടെ അടിസ്ഥാനത്തിലാണ് നിലനിന്നത്. തുടർച്ചയായി വരൾച്ച വന്ന് കൃഷി നശിക്കാൻ തുടങ്ങി. അങ്ങനെ കാര്യങ്ങൾ കൈവിട്ടു പോകാൻ തുടങ്ങിയപ്പോൾ നാട്ടുമൂപ്പൻ്റെ നേതൃത്വത്തിൽ പ്രശ്നം വെച്ചു. ഒരു കന്യകയെ ജീവനോടെ ദഹിപ്പിച്ചാൽ ഭഗവാന്റെ കോപം മാറുമെന്നും മഴ പെയ്യുമെന്നും പ്രശ്നത്തിൽ തെളിഞ്ഞു. പിന്നെ ലക്ഷണമൊത്ത കന്യകയെ തിരഞ്ഞെടുക്കാൻ സഭ കൂടി വീണ്ടും പ്രശ്നം വെച്ചു. ഒരു കർഷകൻ്റെ മകൾക്ക് നറുക്ക് വീണു. സമയം നിശ്ചയിച്ചു. ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ആ പെൺകുട്ടിയെ എല്ലാവരും ബഹുമാനത്തോടെ നോക്കി കാണാൻ തുടങ്ങി. കർഷക കുടുംബത്തിന് സമൂഹത്തിൽ പ്രത്യേക സ്ഥാനം നൽകി. നോക്കത്താത്ത ദൂരത്തോളം കൃഷിഭൂമിയും അവർക്ക് ഈ പെൺകുട്ടിക്ക് പ്രതിഫലമായി നൽകി. അങ്ങനെ ആ ദിവസം വന്നു. വലിയ ആഘോഷത്തോടെ അവളെ പട്ടുചേല ചുറ്റി പുതുമണവാട്ടിയെ പോലെ ഒരുക്കി എല്ലാവരും നൃത്തം ചെയ്ത് അവളെ ആ കൃഷിസ്ഥലത്തേക്ക് കൊണ്ടുവന്നു. അവളുടെ ദേഹത്ത് തുണി ചുറ്റുകയും നെയ്യ് ഒഴിച്ച് അവളെ കുതിർക്കുകയും ചെയ്തു. അതിനുശേഷം ആ പെൺകുട്ടിയെ കൊണ്ടുവന്ന് ആ മരക്കൂനകൾക്ക് ഉള്ളിലിരുത്തുകയും അവരുടെ അമ്മയെ കൊണ്ട് ആ മരക്കൂനയ്ക്ക് തീ കൊളുത്തുകയും ചെയ്തു. പുറത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന അവളുടെ ശരീരത്തിലേക്ക് നെയ്യും മറ്റും ഒഴിച്ച് വടികൾ കൊണ്ട് അവളെ തള്ളി തീയിലേക്കിടുക തന്നെ ചെയ്തു. അവസാനമായി ഇത് നടന്നത് ഇവിടെയാണ്. അന്ന് അതിന് സാക്ഷിയായിരുന്ന ചിലരൊക്കെ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ദേഹമാസകലം പൊള്ളി മാംസം വെന്തുരുകിയ നിലയിൽ പലരും ഒരു പെൺകുട്ടി രാത്രികാലങ്ങളിൽ ഇതിലെ അലഞ്ഞു നടക്കുന്നത് കണ്ടവരുമുണ്ട്. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, സ്വബോധമില്ലാതെ പറഞ്ഞ് നടക്കുന്ന കഥകളും വിശ്വാസങ്ങളും നിങ്ങളും മുറുകെ പിടിക്കുന്നതിൽ എനിക്ക് അതിശയം തോന്നുന്നു എന്ന് പറഞ്ഞു. അവരുടെ തോളിൽ ചാരി ഇരുന്നിട്ട് പറഞ്ഞു, കെട്ടുകഥയല്ല സാർ, ആദ്യമായി രാത്രി ഇവിടെ വന്നിട്ട് ഒന്നും സംഭവിക്കാതിരുന്നൊരു പുറമേക്കാരൻ നിങ്ങൾ മാത്രമാണ്. ഞാൻ ചിരിച്ചു തള്ളിയപ്പോൾ അവർ പറഞ്ഞു, അന്ന് തിരഞ്ഞെടുത്ത കന്യക എൻ്റെ താത്തിയമ്മയായിരുന്നു, അമ്മമ്മയുടെ ചേച്ചി. അങ്ങനെ ഞങ്ങൾക്ക് പതിച്ചു കിട്ടിയതാണ് ഈ സ്ഥലമല്ല. ഒരു വല്ലാത്ത കുളിര് എൻ്റെ ശരീരത്തിലൂടെ കടന്നുപോയി. ഡോക്ടർ അപ്പോൾ പറഞ്ഞു, സാർ ഇവിടെ ഇരിക്കേണ്ട, വാ നമുക്ക് പോകാം. ബലി നൽകിയതിൻ്റെ പിറ്റേ ദിവസം താത്തിയമ്മയുടെ മുറച്ചെറുക്കൻ ഈ തറയിലാണ് മരിച്ചു കിടന്നത്. അങ്ങനെ രണ്ടുപേരുടെ ആത്മാവിനെ ഈ തറയിൽ കുടിയിരുത്തി. ഇന്നും ഭയമാണ് സാറേ പലർക്കും ഇവിടെ പണിയെടുക്കാൻ. രാത്രി അവർ പറഞ്ഞതും കണ്ട കാര്യങ്ങളുമെല്ലാം എന്നെ വല്ലാതെ അലട്ടി. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് പതുക്കെ മുറ്റത്തേക്ക് ഇറങ്ങിയിരുന്നു. ഡോക്ടറും വന്നിരുന്നു. എല്ലാവരും നാളെ പോകുമല്ലേ, ഇനി കാണുമോ? എനിക്കിടയ്ക്ക് വിളിക്കാനൊരു പെർമിഷൻ വേണം. തൽക്കാലം മാഡം അറിയണ്ട ഞാൻ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു, താങ്കൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം എന്ന് പറഞ്ഞു. പെട്ടെന്ന് അവർ പേടിച്ചുകൊണ്ട്, സാറേ ആ പടിക്കെട്ടിലേക്ക് നോക്കിയെന്ന് പറഞ്ഞു.